നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരാനും ഇരിക്കുന്നത് ഈ ട്വിസ്റ്ററിൻ്റെ വ്യായാമമാണ്. നമ്മൾ മുൻപ്, അതായത് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ട്വിസ്റ്ററിൻ്റെ എക്സസൈസ് ഞാൻ അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതുപോലെ ഇപ്പോൾ കാണുന്നവരും അതൊന്ന് കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ട്വിസ്റ്റർ അന്ന് നമ്മൾ ചെയ്തത് സിംഗിളായിട്ടാണ് ചെയ്തത്. അതായത് ട്വിസ്റ്റർ മെഷീനിലും ഞാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ട്വിസ്റ്റർ ഇല്ലാതെ വീട്ടിൽ എങ്ങനെ ചെയ്യാം അതും ഞാൻ പഠിപ്പിച്ചു. നമ്മൾ ഭിത്തിയിൽ കൈ തൊട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അതിപ്പോൾ ചെയ്ത് കാണിച്ച് തന്നിട്ട് ഒരു മാസത്തോളം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഘട്ടം, രണ്ടാമത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ ഇനി മാറ്റി ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ രണ്ട് കൈ കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അന്ന് നമ്മൾ ഒരു കൈ കൊണ്ടാണ് ചെയ്തത്. ആ ഒരു കൈ കൊണ്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരും. ഒരു പക്ഷേ അത് നിങ്ങൾക്ക് അന്ന് കാണാത്തവർക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. എന്നാൽ അത് ഒരു കൈ കൊണ്ട് ചെയ്ത് ഒരു മാസം കഴിഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് കൈ കൊണ്ട് ഉള്ള ഞാനിപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ചെയ്താൽ മതി. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇതിൽ കൂടി കാണിച്ചു തരാം. കാരണം അന്നത്തെ കാണാത്തവർക്ക് സിംഗിൾ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ അന്ന് കണ്ടവർക്കും ഈ സിംഗിൾ ചെയ്യുമ്പോൾ ഏത് വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ട്വിസ്റ്റർ വീട്ടിൽ നമുക്ക് ട്വിസ്റ്റർ മെഷീൻ ഇല്ലാത്തവർക്ക് വീട്ടിലിരുന്നിട്ട് വ്യായാമം ചെയ്യാം. അതായത് നമ്മൾ ചുമരിൽ തൊട്ട് അവരവരുടെ വീടിൻ്റെ ചുമരിൽ തൊട്ട് നമുക്കൊരു ഇത് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് കാലുകൾ വയ്ക്കുന്നത് വയറുകൾ ഉള്ളിലോട്ട് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ നിവർന്ന് നിൽക്കുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു സ്റ്റൈലുണ്ടാവണം, ഒരു റിതം, ഒരു താളം വേണം. അതനുസരിച്ച് വേണം നമ്മൾ വ്യായാമം ചെയ്യാൻ. വ്യായാമം ഇങ്ങനെ ആ ഒരു ഇതിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. എപ്പോഴും നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കണം. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വ്യായാമം ചെയ്യണം. ഒരു മണിക്കൂർ നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ എപ്പോഴും വ്യായാമം ചെയ്യണം. അതുപോലെ ഞാൻ ഇതിൽ പ്രത്യേകം നിങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഈ ട്വിസ്റ്ററിൻ്റെ വർക്കൗട്ട് ഞാൻ ഒരു വ്യായാമം ഇത് പഠിപ്പിക്കുന്നെങ്കിലും ഒരു കാരണവശാലും ഇത് മാത്രമായിട്ട് ചെയ്യരുത്. മറ്റ് എക്സസൈസ് എല്ലാം ചെയ്തിട്ട് വേണം ഈ സൈഡ് കുറയ്ക്കാനുള്ള. അത് നിങ്ങൾ നമ്മളെ എല്ലാവരും പറയുന്ന ഈ ടയറുണ്ടെന്ന് പറയും. ഈ ടയർ കുറയ്ക്കാനുള്ള എക്സസൈസാണ്. എത്ര തന്നെ ഇനി നിങ്ങൾക്കിവിടെ ടയറുണ്ടെന്ന് പറഞ്ഞാലും ആ ടയർ കത്തിപ്പോകുന്നുള്ള യാതൊരു സംശയം വേണ്ട. അതുപോലെ വേറെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഫുഡും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യണം. നമ്മൾ കുറയ്ക്കുന്ന ഏത് ഭാഗത്തെ കൊഴുപ്പ് കത്തിച്ച് കുറയ്ക്കുന്നോ അതേ സ്ഥലത്ത് പിന്നെ കൊഴുപ്പ് അടിങ്ങാതിരിക്കാൻ വേണ്ടി ഫുഡും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യണം. എന്ന് വെച്ചാൽ കൊഴുപ്പുള്ള ആഹാരം പരമാവധി, കൊഴുപ്പ്, മധുരം, എണ്ണ പരമാവധി ഒഴിവാക്കണം. അത് പരമാവധി നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ കൊഴുപ്പ് കംപ്ലീറ്റ് പോകുന്നത് വരെ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ആഹാരം കഴിക്കാം. അന്നന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൊഴുപ്പ് അന്നന്ന് നമുക്ക് അടിച്ച് കളയാൻ പറ്റും. വേറെ ഒരു പ്രശ്നവുമില്ല. ഒരു 3 മാസമെങ്കിലും ഡയറ്റ് ഫുൾ കൺട്രോൾ ആണെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങളുടെ ബോഡി എല്ലാ ഭാഗത്തും ഒരുപോലെ ഒതുങ്ങി വരും. ഇതിപ്പോൾ ട്വിസ്റ്റർ ചെയ്ത് ഈ സൈഡ് നമ്മൾ ഈ ടയർ കുറയ്ക്കാനുള്ള വ്യായാമമാണെങ്കിൽ അതുപോലെ എല്ലാ ഭാഗങ്ങളും കുറയ്ക്കാനുള്ള വ്യായാമം ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഒന്ന് നോക്കി നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ അതിലൂടെ നമുക്ക് അപ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ കാലുകൾ നമ്മുടെ ഒരളവ് എന്ന് പറയുമ്പോൾ മെഷർമെൻറ്റ് അവരവരുടെ ഷോൾഡറിൻ്റെ അളവിന് കാല് വയ്ക്കുക. ചേർന്ന് പോരുത്, ഒരുപാട് വൈഡാക്കിയും വെക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ ഈ കാലിൻ്റെ ഈ ഉപ്പൂറ്റി മുതൽ ഒരളവെടുത്താൽ മറ്റേ കാല് ചെന്ന് എവിടെ നിൽക്കുന്നു അവിടെ ചേർത്ത് ഇരിക്കുക. അപ്പോൾ അതേ കാലിൻ്റെ അളവ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ ഈ ഉപ്പൂറ്റി ഉണ്ടല്ലോ, ഇതാണ്ട് ഇവിടെ നിന്ന് ഈ ഉപ്പൂറ്റിയുടെ അവിടെ നിന്ന് ഈ ഉപ്പൂറ്റി ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അങ്ങോട്ട് അളക്കുമ്പോൾ കറക്റ്റായി. ഇതാണ്ട അത് എവിടെ വന്നിരിക്കുന്നു അതിനോട് ചേർത്ത് കാല് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായി. ഇനി ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അടുത്ത് ചെറിയൊരു ബെൻഡ് കൊടുക്കുക. കാലിൻ്റെ മുട്ടുകൾക്ക് മുന്നിലോട്ട് ചെറിയൊരു വളവ് കൊടുക്കണം. വളവ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഡിപ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നേരെ നിൽക്കുമ്പോഴെന്നുള്ള ദോഷം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇടന്ന് ആടും, ഒരു പിടുത്തവും കാണില്ല. അപ്പോൾ നമ്മളിത് കാലിൻ്റെ മുട്ടുകൾ ഒന്ന് ഫ്രണ്ടിലോട്ട് ഒരല്പം വളച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് നമ്മുടെ ഈ കാലിൻ്റെ തുടയിൽ നിൽക്കും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണം. എന്നിട്ട് വയറുള്ളിലോട്ട് പിടിക്കുകയും വേണം. മനസ്സിലായാലോ? അത് വയറുള്ളിലോട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുന്നവരെ വയറുള്ളിലോട്ട് പിടിക്കണം. അതാണ് വയറുള്ളിലോട്ട് പിടിച്ചിരിക്കണം. ഓക്കെ, അത് ഞാൻ നമ്മൾ സിംഗിളായിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് അന്നും ട്വിസ്റ്ററിൽ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇത്. പൊസിഷനിലൊന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ നമ്മൾ രണ്ട് കൈ കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ ഞാൻ കാണിച്ചു തരട്ടല്ലോ. ആദ്യം ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ അന്ന് സിംഗിളായിട്ട് ചെയ്തില്ലേ, അത് ഞാൻ ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത്. അതല്ല നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്. എന്നാലും അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഓക്കെ, ഇതാ നോക്കുക. അന്ന് നമ്മൾ ചെയ്തപ്പോൾ കണ്ടോ, ഇതാണ് നമ്മൾ അന്ന് ചെയ്തത്. കണ്ടോ? ഇതിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അളവിനനുസരിച്ച് തൊടുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് നിൽക്കാം. ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച്, കൈയുടെ നീളം അനുസരിച്ച് നിൽക്കാം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കണ്ടോ?
അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടിരിക്കുന്നത് അതിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 2 കൈ കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അന്നത്തെ അത് കഴിഞ്ഞു 2ാം ഘട്ടം. ഓക്കെ, നോക്കണം. 1 2 3 3 4 4 5 5 6 6 7 7. അപ്പോൾ ഇത് നമുക്ക് പരമാവധി എത്ര നമ്പറാണോ ഒരു സൈഡ് ചെയ്യാം. ഞാൻ പറയുന്നത് 20 നമ്പർ വെച്ച് 3 സെറ്റ് ചെയ്യണം എല്ലാ ദിവസവും. എത്ര നമ്പർ? 20 നമ്പർ വെച്ച് 3 സെറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാലുകളുടെ അളവെടുക്കുന്നത് ഇത് ഈ ഉപ്പൂറ്റിയിൽ നിന്ന് ഇങ്ങനെ അത് സെയിം കറക്റ്റായി. അത് കഴിഞ്ഞ് കാലുകൾ കുറച്ച് മുട്ടുകൾ മുന്നിലോട്ട് വളച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് വയറുള്ളിലോട്ട് പിടിക്കുക. അത് കഴിഞ്ഞ് 2 കൈ കൊണ്ട് രണ്ട് ഭാഗങ്ങളിലോട്ടാ ഇത് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കണം. ഒരു കാരണവശാലും ഇങ്ങനെ വളയരുത്. ഫ്രണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കണം. കണ്ടോ, ഡിപ്പ് വളയാതെ ഇരിക്കണം. നമ്മൾ വയറുള്ളിലോട്ട് പിടിക്കണം. ഒരു സൈഡ് തന്നെ ഒന്നേന്ന് തന്നെയാണ്, ഇപ്പുറത്തും 1 ഉണ്ടാ 2 2. ഒരു കാരണവശാലും 20 നമ്പർ കഴിയാതെ, മിനിമം 20 നമ്പറാണ്, 20 നമ്പർ കഴിയാതെ ഒരു കാരണവശാലും വയറ് മുന്നിലോട്ട് വിടരുത്. 20 നമ്പരോ പരമാവധി നമ്പരോ ചെയ്തിട്ട് നിങ്ങൾ 2 സെക്കൻഡ് റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെയും ചെയ്യണം. മനസ്സിലായല്ലോ? ഏത് അളവിന് മാറി നിൽക്കുകയെന്ന് വെച്ചാൽ അവരവരുടെ കൈയുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിൽക്കുക. അത് ചിലവർ കൈയുടെ നീളം കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അതനുസരിച്ച് ചുമരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. മനസ്സിലായല്ല? ഒന്നുകൂടി കാണിച്ചാൽ ഓക്കെ. ഈ 2 കൈകളും പരമാവധി നമ്മൾ ഭിത്തിയിൽ ടച്ച് ചെയ്യണം, അതായത് തൊടണം. അതല്ലാതെ അവിടെ തൊടാതെ ചെയ്യരുത്. 2 കൈയും അപ്പുറം ഇപ്പുറം വരുമ്പോഴും 2 കൈയും നമ്മളെ ചുമരിൽ കൈ തൊടുന്ന രീതിയിൽ വേണം ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും അത് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു, മറ്റ് എക്സസൈസ് എല്ലാം ചെയ്തിട്ടേ ചെയ്യാവൂ. ഒരു കാരണവശാലും ഇത് മാത്രം ചെയ്ത് ഇവിടെ കുറയ്ക്കാമെന്ന് വിചാരിച്ച് ആരും ചെയ്യരുത്. അതുപോലെ ഫുഡൊന്ന് കൺട്രോൾ ചെയ്യണം. നല്ല കൊഴുപ്പുള്ള ആഹാരവും, ഞാൻ നല്ലതെന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ കൊഴുപ്പില്ലാത്ത ആഹാരമാണ് ഉദ്ദേശിച്ചത്. എന്നാൽ മോശപ്പെട്ട ആഹാരം എന്നുള്ള രീതിയിൽ കൊഴുപ്പുള്ള ആഹാരം, അതുപോലെ മധുരം, എണ്ണ, ഇത് 3ഉം പൂർണ്ണമായിട്ട് ഒഴിവാക്കി തന്നെ വ്യായാമം ചെയ്യണം. പ്രോട്ടീൻ അടങ്ങിയ ആഹാരം എല്ലാ ദിവസവും കഴിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ സൈസ് കുറഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വണ്ണം കുറഞ്ഞു, നമുക്കിനി അത് മതിയെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് സാധാരണ കഴിക്കുന്നുള്ള കൊഴുപ്പുള്ള ആഹാരം കഴിക്കാം, മധുരമുള്ള ആഹാരം കഴിക്കാം, എണ്ണയുള്ള ആഹാരം കഴിക്കാം. എന്തൊക്കെ ഇന്ന് ഭൂമി കിട്ടും അതെല്ലാം കഴിക്കാം നിങ്ങൾക്ക്. പക്ഷേ അന്നന്ന് നിങ്ങൾ കഴിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായി നമ്മൾ ഇന്ന് കഴിച്ചത് ആഹാരത്തിൽ കുറച്ച് കലോറി കൂടുതലാണ്, അത് കത്തിക്കാനുള്ള ഒരു മനസ്സും കൂടെ നിങ്ങൾ കണ്ടെത്തി വേണം കഴിക്കുകയാണെങ്കിൽ. ഒരു കുഴപ്പമില്ല, എല്ലാ ആഹാരം കഴിക്കാം. നമ്മുടെ അവസാനം വരെ എല്ലാ ആഹാരവും കഴിക്കാം. 1 മണിക്കൂർ വ്യായാമം ചെയ്യുക. ആരോഗ്യം അമൂല്യ സമ്പത്താണ്. ആരോഗ്യമുള്ള ജനത എന്താണ്? രാജ്യത്തിൻ്റെ സമ്പത്ത്. ഓക്കെ, അത് മറക്കരുത്. ഓക്കെ.